നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അതിവിടെ 25,000 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക 25,000. അതിന് ശേഷം നമുക്ക് വരുന്ന ഐറ്റം പർച്ചേസ് ആണ്. പർച്ചേസ് 1,80,000 ആണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് റിട്ടേൺ ലെസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യനിൽ റിട്ടേൺ ഇൻവേർഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് റിട്ടേണും, അതുപോലെ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് റിട്ടേണുമാണ്. നമുക്ക് ഇവിടെ പർച്ചേസ് 1,80,000 ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഇവിടെ റിട്ടേൺ ഔട്ട്വേർഡ് 2,000 രൂപ തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്യണം. ഇവിടെ പർച്ചേസ് എഴുതുക, അതിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്യുക. അപ്പോൾ 1,78,000 കിട്ടും. പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് പേജസും ഫ്രൈറ്റും. നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പം സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2,76,000 ആണ്. റിട്ടേൺ ഇൻവേർഡ് അത് നമുക്ക് 7,000 ലെസ് ചെയ്യാനുണ്ട്. അപ്പോൾ സെയിൽസ് 2,76,000 ഇവിടെ എഴുതിയ ശേഷം അതിൽ നിന്ന് റിട്ടേൺ ലെസ് ചെയ്തിട്ട് 2,69,000 ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതിവിടെ റെക്കോർഡ് ചെയ്യുക 45,000. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ 45,000 ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിൽ രണ്ട് സൈഡിലും ഏത് സൈഡാണോ കൂടുതൽ അതങ്ങോട്ട് ഇറക്കി എഴുതുക. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയ ശേഷം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ലെസ് ചെയ്യുക. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 97,000 കിട്ടും. ഇനി നമ്മൾ ഇവിടെ P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യാം 97,000. നെക്സ്റ്റ് ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസുകളാണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് അലൗഡ്, റെൻ്റ് അക്കൗണ്ട്, അത് രണ്ടും നമ്മൾ ഇവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് 2,000ഉം റെൻറ്റ് 5,000ഉം ആണ് വരുന്നത്. അത് രണ്ടും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാം. പിന്നെ വരുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബാഡ് ഡെപ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എടുത്തെഴുതുക. ട്രയൽ ബാലൻസിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് 1,000 തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1,000. അതിനോട് നമ്മൾ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 2% ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 80,000 ആണ്. അതിൻ്റെ 2% കാണുമ്പോൾ നമുക്ക് 1,600 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാഡ് ഡെപ്റ്റിൻ്റെ 1,000നോട് ഈ 1,600 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 2,600 കിട്ടും. അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് 1,000, അതിനോട് ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക 1,600. 80,000 × 2/100. അപ്പോൾ നമുക്ക് 2,600 കിട്ടും. അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുമ്പം നമുക്ക് 1,400 കിട്ടും. ഈ 1,400 നമ്മുടെ ഇവിടെ എക്സസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ വരുന്ന എക്സ്പെൻസുകൾ ട്രേഡ് എക്സ്പെൻസ്, പ്രിൻറ്റിങ്, ഇത് രണ്ടും നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡിപ്രീസിയേഷൻ
ഫർണിച്ചറിൻ്റെ മുകളിൽ 5%, പ്ലാന്റ് ആൻഡ് മെഷീനറി 6%, മോട്ടോർ കാർ 10% തന്നിട്ടുണ്ട്. പിന്നെ മെഷീൻ്റെ കേസ് വരുമ്പം ഇവിടെ ഒരു അഡീഷണൽ പർച്ചേസ് 30,000 കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫർണിച്ചറിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അത് 20,000 ആണ് ട്രയൽ ബാലൻസിലെ ഫർണിച്ചറിൻ്റെ എമൗണ്ട്. അതിൻ്റെ 5% കണ്ടിട്ട് നമ്മൾ 1000 ഇവിടെ റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. അതിവിടെ 2,700 3,000 തന്നിട്ടുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്കിവിടെ 5,100 കിട്ടും. അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ കാറാണ് കാണേണ്ടത്. നമ്മുടെ മോട്ടോർ കാറിൻ്റെ ട്രയൽ ബാലൻസ് എമൗണ്ട് 51,000 ആണ്. അതിൻ്റെ 10% കാണുമ്പോൾ നമുക്ക് 5,100 കിട്ടും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പം ആ എമൗണ്ട് കൂട്ടി നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റി എഴുതിയ ശേഷം അതിൽ നിന്ന് ഓരോന്നായിട്ട് ലെസ് ചെയ്യുക. ഓരോന്നായിട്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എമൗണ്ട് 75,800 കിട്ടും. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. പിന്നെ ക്യാപിറ്റലിൽ അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 2,75,800 കിട്ടും. അതിൽ നിന്ന് ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 2,55,800 കിട്ടും. പിന്നെ അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഇൻ ഹാൻഡ് 6,000, ബിൽസ് റിസീവബിൾ 14,000, ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. നമ്മൾ ഇവിടെ ഡെപ്റ്റേഴ്സിൽ നിന്നും ന്യൂ പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂ പ്രൊവിഷൻ 1,600 ലെസ് ചെയ്യുക. അപ്പം 78,400 കിട്ടും. നെക്സ്റ്റ് ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസ് എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷനായ 1,000 രൂപ ലെസ് ചെയ്യുമ്പോൾ 19,000 കിട്ടും. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000 എന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് 5,100 ലെസ് ചെയ്യുമ്പോൾ 94,900 കിട്ടും. നെക്സ്റ്റ് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ട്രയൽ ബാലൻസിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് 40,000 ആണ്. അതിനോട് റെക്കോർഡ് ചെയ്യാം. മോട്ടോർ കാറിൻ്റെ എമൗണ്ട് 51,000 ആണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 5,100 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 45,900 കിട്ടും. നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ എമൗണ്ട് നോക്കാം. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 3,43,200 ആണ് കിട്ടുന്നത്. രണ്ട് സൈഡും ഈക്വൽ ആണ്.